കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാനും എന്റെ ആളിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാംബ്രി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റ് കോ പ്രസൻസ് ഞാനും എന്റെ ആളും കോ പവർഡ് ബൈ പൂജ രാഗിണി, കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേണ വേ ടു സ്റ്റാർഡം, സ്പെഷ്യൽ പാർട്ട്ണർ വീഗാലാൻഡ് ഹോംസ്. നമ്മുടെ കുക്കിംഗ് സ്റ്റേഷൻസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പല പല വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ നിരന്നിട്ടുണ്ട്. വിഭവങ്ങളല്ല, ഇൻഗ്രീഡിയൻസ് നിരന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്ത് സെറ്റ് ആക്കിയാൽ മതി. അപ്പം ആദ്യം ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സാജു ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി. ഈ പുട്ടുകുറ്റിന്ന് പുറത്തു വരാൻ പോകുന്നല്ല, നമ്മുടെ ഈ മാന്ത്രിക സൂത്രത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത് അല്ല, ഇതിനകത്തൊന്നും ഒരു ജിന്ന് വരും. ആരത്? ബാലാമണി. ക്യാമറ കാണിച്ചു കൊടുക്കൂ. ഇത് നന്ദനം സിനിമയിലെ നവ്യ നായർ അവതരിപ്പിച്ച ബാലാമണി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. രശ്മി ചേച്ചിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടോ? ആഹാ, ഇതിന്റെ മുമ്പിൽ നിന്ന് കറിയല്ലേ, വേറെ എവിടെ കരഞ്ഞു? അല്ല, ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് നിങ്ങളെ സഹായിക്കാൻ വന്ന മനസ്സിലായില്ലേ? ഈ ടാസ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ബാലാമണി ഉണ്ടാവും. ബാലാമണി എന്തോ 1 4 3 അതാണ് കൈവച്ചാ മതി. ഞാൻ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കട്ടെ. സ്റ്റെഫിൻ ആൻഡ് വിനീഷ് വരൂ, നിങ്ങളുടെ പുട്ടുകുറ്റി കൊണ്ട് വായോ. നിങ്ങൾക്ക് ഇനി എന്താ കിട്ടാൻ പോണേ നോക്കാം. കുക്കിംഗ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസിൽ ഒന്നാണ്. ശരിക്കും ഇങ്ങരുടെ കൂടെ കോമ്പറ്റീഷൻ ആന്ന് പറഞ്ഞപ്പോ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി. പക്ഷെ എന്റെ കോൺസെൻട്രേഷൻ പോയി. ബാലാമണി നിൽക്കുന്നുണ്ട്, പേടിച്ചാ നിൽക്കണത്. അല്ല, നിങ്ങൾക്ക് ഇനി എന്താ വരാൻ പോണേ നോക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ജിന്ന് വരും നിങ്ങളുടെ കൂടെ. അപ്പൊ ആരാണെന്ന് നോക്കിയോ? നീ തന്നെ തുറക്ക്, ഞാൻ നല്ല രാശിയുള്ള ആളാ. ഇത് നമ്മൾ ഒഴിപ്പിക്കാൻ നോക്കുന്ന ഒരു സാധനമാണ്. നാഗവല്ലി പുറപ്പെട്ടിട്ടുണ്ട്. ഇത് എവിടെന്ന് ബാലയിൽ വിളിച്ചോണ്ട് വന്നു? ഒരു മുறை வந்து பார்த்தாயா, முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே. അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി. വിടണോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ നാഗവല്ലി, നാഗവല്ലി ഓർമ്മയുണ്ടോ? അല്ലകളെ, എന്താണ് ഇത്? മാന്യന്മാര് നടത്തുന്ന ഒരു സ്ഥലല്ലേ, ഇയാളെപ്പോഴത്തോരൊക്കെ കൂടി കൊണ്ടുവരാൻ പറ്റുമോ? ഇയാളെ പറ്റുന്നില്ല, അറിയോ? അറിയോ? എനിക്കേ അറിയുള്ളൂ. പിന്നെ എത്ര പ്രാവശ്യം തളച്ചതറിയോ? അങ്ങനെ തളയ്ക്കാൻ വന്ന് അവസാനം അയാള് വളയ്ക്കാനും ശ്രമം നടത്തി. പിന്നെ മനുഷ്യന്മാരല്ലേ, പ്രേതങ്ങൾക്കൊരു വികാരം വിചാരമൊക്കെ ഉണ്ടാവൂലേ? എക്സ്ക്യൂസ് മീ, യാരത്? അയ്യോ, ഇവര് വിളിച്ചിട്ടാണ്. യാരത്? ഇതെന്റെ ഭാര്യ. ഞാൻ ചോദിച്ചതിനൊക്കെ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞാല് ഇവിടെ നിന്ന് പോവാ. ഇത് എവിടെ നിന്ന് വന്ന നാഗവല്ലിയാണത്? എന്നെ മനസ്സിലായില്ല. നമ്മളെ കോഴിക്കോട്. അപ്പൊ ഇവർക്ക് കിട്ടിയത് നാഗവല്ലിയും ഇവർക്ക് കിട്ടിയത് ബാലാമണിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നിങ്ങൾക്ക് ശരിക്കും 30 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഡിഷസ് കുക്ക് ചെയ്യാൻ കിട്ടുന്ന സമയം, 30 മിനിറ്റ്സ്. പക്ഷേ
നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു 10 മിനിറ്റിന്റെ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ഈ ടാസ്ക് നിങ്ങൾ ചെയ്ത് അതിനകത്ത് ആദ്യം എത്തുന്ന ആൾക്ക് ഒരു എക്സ്ട്രാ 10 മിനിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ ഓരോ ഗ്ലാസ് ഉണ്ട്. അവിടെ ഓരോ മുസമ്പി വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് പെട്ടെന്ന് സ്ക്വീസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഗ്ലാസ് ഫില്ല് ചെയ്യുക. ആ ഒരു മുസമ്പി കൊണ്ട് ഫില്ല് ആവില്ലല്ലോ. അപ്പൊ അടുത്ത മുസമ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ക്യാരക്ടറിനെ കൊണ്ട് ജഡ്ജസിന്റെ അടുത്ത് ഒരു പഞ്ച് ഡയലോഗ് പറയിപ്പിക്കാം. പഞ്ച് ഡയലോഗ് പറയിപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മുസമ്പി തരുന്നതായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ആ ഗ്ലാസ് 10 മിനിറ്റിനുള്ള ആ ഗ്ലാസ് ആദ്യം ആര് ഫില്ല് ചെയ്യുന്നു അവർക്കായിരിക്കും എക്സ്ട്രാ 10 മിനിറ്റ് ഫൈനൽ ഡിഷ് കുക്ക് ചെയ്യാൻ കിട്ടാം. ഓക്കെ, തുടങ്ങാം നമുക്ക്. റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. പോയി മേടിക്കണ്ടേ? പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന്റെ ഏതാവലി അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയാണ്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പിരുന്ന മഹാനാറി സർവോപരി നാറിയുമായി നിന്റെ തന്തയുടെ എല്ലും വഴിയും ചാരം ഈ കറിക്കത്തി തിളക്കരുത്. വിടമാട്ടെ, ഇവിടെ നേടക്കിന്ന ഇവിടെ പോട്ടെ. എവിടെ തന്നെ നിൽക്കണം എന്റെ ആഗ്രഹം? എന്നെ കൊന്നേ ഉൻ രക്തത്തെ കൊടുത്തേ ഞാൻ നരബലിയാടുവേ, നരബലി. നിങ്ങൾ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങൾ ഇന്ത്യ. അതിനാണെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റീവ് വേണം, സെൻസിറ്റിവിറ്റി വേണം, എല്ലാ കൂട്ടത്തിലുള്ള ഒരു വിറ്റിയും വേണം. വിറ്റി ഉണ്ടായിട്ട് എന്താ കാര്യം? വിറ്റി 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 കറിയല്ലേ ഏത് തരം പേടി? ഇവിടെ പെണ്ണുങ്ങളായ കരച്ചിന് പാടില്ല. എന്താ വേണ്ടത് നിത്യാദാസ്? സ്മൈൽ. സ്മൈൽ മാത്രാണോ? കഥാപ്രസംഗം നടത്താണ്ട് അടിച്ചോടിക്കണ കാല്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദിയും നിഷ്ഠാനം കൂട്ടി വിളമ്പി അതിന്റെയൊക്കെ വാൽത്ത ആശ്രത്തിൽ കൂട്ടി നിന്നെ പോലെ പരമനാറികൾക്ക് ആ പേര് തരൂ. എനിക്കത് ചേരില്ല. 143. വെള്ളമടിച്ച് കോൻ തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോ കാല് മടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രിയിൽ ഒരു പുതപ്പിനടിയിൽ കഴിയണം. എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എനിക്കൊരു ഭർത്താവിനെ വേണം. ജോലി സാർ താല്പര്യമുണ്ടോ? ഇത് തീരാറായിട്ടാ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമാണിക്ക് പകരം ബിരിയാണി വെച്ച് പൊന്നാരം കൊണ്ട് പൊന്മളം കൊണ്ട് കുന്നവൻ ചന്തു. ഈശ്വരട്ടാ 143 തീർന്നില്ലേ ഇത്? പെട്ടെന്ന് പെട്ടെന്ന് ഇവരുടെ ഗ്ലാസ് ഓൾമോസ്റ്റ്. നീ അടക്കമുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് കൊല്ലും. അതിപ്പോ സർവ്വസാധാരണം. കഷായം, ഷവർമ്മ, എന്തിലൊക്കെയാ ഉണ്ടാവുന്ന ഈ ജ്യൂസിനൊന്നുമില്ലല്ലോ. പഞ്ച് തീർന്നു. നന്ദി. ഈ ഡയലോഗ് വേണ്ട, നമ്മുടെ ക്ലാസ് ഇറക്കിയിട്ടുണ്ടോ? സ്റ്റെവിന്റെ ക്ലാസ് ഓൾമോസ്റ്റ് നിറഞ്ഞു. ലാസ്റ്റ് 1 മിനിറ്റ് ആണിത്. ലാസ്റ്റ് 1 മിനിറ്റ്. ടൈം അപ്പ്. നമ്മുടെ അഡ്വാൻറ്റേജ് ടാസ്ക് ചെയ്ത് സ്റ്റെബിനും വിനീഷയാണ് 10 മിനിറ്റ് എക്സ്ട്രാ നേടിയിട്ടുള്ളത്. നമ്മുടെ മെയിൻ ടാസ്കിലേക്ക് കടക്കാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. എന്താണ് ഡിഷ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ഇവരോട് പറഞ്ഞിട്ടില്ല. നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. നിത്യ, എന്ത് ഡിഷാണ് ഇവരിന്ന് ഉണ്ടാക്കേണ്ടത്? സാജു ചേട്ടൻ ആദ്യം ഉണ്ടാക്കിയത് ചൂര മീനൊക്കെ അല്ലായിരുന്നോ? അല്ലേ? അപ്പൊ മീൻകറിയും കപ്പയും മീൻകറിയും. ആൻഡ് സ്റ്റെബിൻ ആൻഡ് വിനീഷ എന്താണ് ഉണ്ടാക്കുന്നത്? സ്റ്റെബിൻ വിനീഷ അങ്കമാലിക്കാരനല്ലേ? ഉറപ്പായിട്ടും. അപ്പോ മാങ്ങാക്കറിയും ചോറും. വളരെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് അങ്കമാലി മാങ്ങാക്കറി. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഒരു പൊടിക്ക് ഇങ്ങോട്ടോ മാറിയ പാളിപ്പൂ. ഇനി നമ്മുടെ മെയിൻ ടാസ്കിലേക്ക് കിടക്കാണ്. നിങ്ങളുടെ സമയം ഇപ്പൊ തുടങ്ങും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഭാര്യമാർ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കൂടെയുള്ള ക്യാരക്ടറും നിങ്ങളും കൂടെ ആയിരിക്കും കുക്ക് ചെയ്യുക. അതായത് നാഗവല്ലിയും സ്റ്റെബിനും കൂടെ ആയിരിക്കും ഇപ്പൊ കുക്ക് ചെയ്യുക. വിനീഷയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. മൈക്ക് എടുത്ത് മാറി നിന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. നേരിട്ടൊന്നും കൈ കൊണ്ട് എടുക്കാനോ കൊടുക്കാനോ പാടില്ല. രശ്മി ചേച്ചിക്ക് അതുപോലെ തന്നെ. ഇനി അടുത്തൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഒരു കൈ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ കൈ ഈ നിങ്ങളുടെ കൂടെയുള്ള ക്യാരക്ടറിന്റെ കൈയുമായിട്ട് ചേർത്ത് കെട്ടിയിട്ടുണ്ടാവും. അല്ല, ഈ കയ്യിലെ കെട്ടന്റെ കഴുത്തിലൊന്ന് കെട്ടിപ്പിക്കുവോ?
ബാലാമണി ആ വേറെ കത്തി മൂടില്ല. എടുത്ത് ലക്ഷ്മി ചേച്ചി കുത്തും. മാറുന്നോ? ബാലാമണി വേറെ മൂടില്ല. ഓക്കെ, സോ നമ്മുടെ ക്യാരക്ടേഴ്സും നമ്മുടെ ആർട്ടിസ്റ്റുകളും ചേർത്തിനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ മീൻകറിക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെളിച്ചെണ്ണ ഒരു ഗ്രിപ്പ് കിട്ടാനോ? അത് മതി. എന്തിന് കുക്കർ വെക്കുന്നു? വിറകടുപ്പ് ചെയ്താ പോരെ? നാഗവല്ലിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ ഇങ്ങനെ നിൽക്കാതെ? കൈമുറിയെ കളിക്കല്ലേ? പറഞ്ഞു കൊടുക്ക എന്താ ചെയ്യേണ്ടത്. നാഗവല്ലി കൈമുറിയെ. അതെ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് ഇപ്പൊ ജോണി ചേട്ടൻ ഇവിടെ ചോദിക്കാറ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കിവിടെ ഇരുന്ന് കാണാൻ കാണാൻ പറ്റില്ല. പറ്റത്തില്ല. ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ പച്ചമുളക്, ഇഞ്ചി, 2 കഷ്ണം മതി. സവോള ഒക്കെ അരിഞ്ഞു. വെളിച്ചെണ്ണ, ഒരു ഗ്രിപ്പിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. ഗ്രിപ്പിന് വെളിച്ചെണ്ണ ഒഴിച്ചത്. കൈമുറിയുന്ന നാഗവല്ലി. ബാലാമണി എന്തോ ശരിക്കും വീട്ടില് കുക്കൊക്കെ ചെയ്യോ? ഇടയ്ക്ക് ഷാപ്പി കറി വെക്കാൻ പോകാറുണ്ട്. അയ്യോ, ഇത് കിഴങ്ങന്റെ കിഴങ്ങന്റെ ഒന്ന് മാറ്, ഇങ്ങോട്ട് മാറുന്നത്. ഹോം പ്രൊഡക്ട്സ്. ആ പെണ്ണ് ആവാഹമാണ് കരുതും. അത് പോട്ടെ എന്ന്. ബാലാമണി കടുക് പൊട്ടിയോ? ഇല്ല, ചട്ടി പൊട്ടി. ബാലാമണിയെ പോലെ ഒരാളെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ എന്താ നടക്കണേ? ഹലോ, ഞാനല്ല ഏത് കുക്കറി ഷോയില് എന്ത് ചെയ്യുന്നതാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും കേട്ടോ. ഫാമിലി കാണുന്ന ഷോ ആണ്. ഫാമിലി കാണുന്ന ഷോ ആണ്. നോട്ട് ദ പോയിന്റ്. ആ കപ്പയുടെ അഴുക്ക് വേണം കളയാനല്ല, നിന്റെ കൈയുടെ അഴുക്കല്ല അതിനകത്തിട്ട് കളയാൻ. ഇതും പറഞ്ഞിട്ട് രാത്രി എന്നെ ഫോൺ വിളിക്കുക കേട്ടോ. Plata o plomo. Plata o plomo. ഇത് സവോള മാരിനേറ്റ് ചെയ്യുന്നതാണ്. ആ, സവോള മാരിനേറ്റ് ഇതിനകത്ത് ചെയ്യുന്ന. സവോള, വെളിച്ചെണ്ണ, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ബീൻസ് ഇട്ടില്ല. ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കും. എന്റെ പച്ച വാങ്ങി എടുത്തോണ്ട് പോകുന്നേ. കണ്ണില് ഞാൻ മുളക് പൊടി വെക്കും ഞാൻ. ഞാനതെ അവിടെ എങ്ങും ആരും ഇല്ല. എന്റെ പൊന്നെ. കുറച്ച് ആ ഇത് തിളക്കുമ്പോൾ വിളിച്ചേക്കണേ. തിളക്കുമ്പോ വിളിക്കാം. എവിടെ ഇരുന്ന് ചേച്ചി, ഞങ്ങള് ബാക്കിൽ പോയി തിരുമിട്ട് വന്നാലോ? ഇവിടെ ഇരുന്ന് തിരുമിയാ മതി. അങ്ങനെ ബാക്കിൽ പോയി തിരുമണ്ട. അല്ലേ സിനിമ പോണേ? ഇരി ബാക്കിൽ പോയി തിരുമാന്ന്. പിടിക്ക്. ഞാൻ മടിയിരിക്കട്ടെ അണ്ണാ. വേണ്ട വേണ്ട. റെഡി, അവിടെ ഇരുന്നു കണ്ടോണ്ടിരുന്നു. പതുക്കെ ചെയ്താൽ മതി. കൈമുറി എടുത്തിട്ടോ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ പിന്നെ തിരുമുന്നത്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിത്യ, വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെ വിളിക്കണേ. തീർച്ചയായിട്ടും. കാശ്മീരെങ്കിൽ കാശ്മീർ എവിടെ വല്ല ഞാൻ പറ്റിയ പോലെ വന്ന് പണിയാ. കൈ കാണിച്ച ആ കൈ. അയ്യോ, ഇതെന്ത് സൗണ്ടാണ്? കറി വീണ സൗണ്ട് അല്ലല്ലോ. ഓയ് ബാലാമണി, ഇങ്ങോട്ട് നോക്കൂ. ഇത് കാശ്മീരി ഫുഡാ കുക്ക് ചെയ്യാൻ അറിയാ? അവിടെ കൊണ്ടുപോകുമ്പോ എനിക്ക് പറയണ്ടേ എന്ത് കാര്യം അറിയാന്ന് പറഞ്ഞിട്ട്. ഉണക്കമീൻ വറുത്തത് കാശ്മീരില്. അല്ല, അവിടെ ഉള്ളവരൊന്നും അതൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഒരു മയിൽപ്പീലി കിട്ടുവോ? പിന്നെ ഒരു കർച്ചീഫ് വെച്ചിട്ട് ഇവിടുത്തെ കോസ്റ്റ്യൂമർമാരല്ല, പിന്നെ ഒരു മയിൽപ്പീലി. പൊട്ടന്മാരെ കത്തിച്ചിട്ടില്ല. രണ്ട് വേന്ദ്രന്മാരോടി
ഇപ്പൊ കപ്പ വേണ്ട സമയം കഴിഞ്ഞു. നീ ആരടാ എവിടെ നോക്കിയാടി? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഭ്രാന്തിനെ കൂടെ നിർത്തിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. എന്തിനാരെ ഉദ്ദേശിച്ചത്? ബാലാമണി ഇവിടെ പരാതി പറയാനുണ്ട്. എന്റെ പൊന്നു കപ്പയെ വേവ് അറിയാതെ അടപ്പ്. ഒരു വിസില് കുക്കർ അടിച്ചോട്ടെ, 2 വിസിൽ അതിൽ ഒരെണ്ണം ബാലാമനടി മറ്റേ രശ്മി അടിക്കുമ്പോ കറക്റ്റ്. രശ്മി എന്ന് പറയുമ്പോ 4 ദിവസം പഠിച്ചിട്ട് വേണോ? അണ്ണനോട് വേണ, അണ്ണൻ വെറുതെ ഇരിക്കുമല്ലേ? ഏട്ടാ നിങ്ങൾ ഓളെ ആദ്യമായിട്ട് എവിടുന്ന കണ്ടേ? ഇതാരായി വേട്ടാ വേട്ടാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ആദ്യമായിട്ട് എവിടുന്ന കണ്ടേന്നേ? നാഗവല്ലി എനിക്ക് 2 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്താ മതി. സമ്മതിക്കല്ലേ നാഗവല്ലി, ശല്യം ചെയ്യും അതിനാ. ഞങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ, ഈ കിണർ തേന്ന് അഭിപ്രായം പറയാൻ നിൽക്കുകയല്ലേ. അതായത് നിങ്ങൾക്ക് ദേഷ്യവും വരുന്നുണ്ട്. കുളം പറ്റിക്കാൻ നിൽക്കണ്ടല്ലേ? വർഷങ്ങളോളം എന്നെ ഇങ്ങനെ കെട്ടി നിർത്തുവോ? നല്ല കറവെള്ള പശുവിനെ തരാൻ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിജയി മാത്രം ഒന്നായിട്ടാ. എന്താണ് ആ വച്ച എനിക്ക് കേൾപ്പിക്കില്ല, എനിക്കും എന്തോ പോലെ തോന്നുന്നു. രശ്മി, പച്ച വെളിച്ചെണ്ണയില്ലേ? തേങ്ങ പാലിന് പച്ച വെളിച്ചെണ്ണ ഇല്ലേ? അതെ, തേങ്ങ അരച്ച് കറി വെച്ചിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. മുളക് ഇട്ടേലും ഒഴിക്കൂല? മുളക് ഇട്ടയിൽ ഒഴിക്കില്ല. ആണോ? ഞങ്ങൾ അങ്ങോട്ട് ഒഴിച്ചോട്ടെ. ഇത് നമ്മുടെ ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ്. ലാസ്റ്റ് 5 മിനിറ്റ്സ് ആ. അപ്പൊ ഇന്ന് തിന്നും കുറെ. നന്നായിട്ട് ഇളക്കി കപ്പ മിക്സ് ചെയ്യും. തേങ്ങ വെറുതെ അരച്ച് കപ്പലിടും. തേങ്ങ പാലും ഉണ്ട്. ഓക്കെ. എന്നിട്ട് കടുക് പൊടിച്ചിട്ട് ഇതിന്റെ മേളിൽ വെക്കും. ഓക്കെ. ലാസ്റ്റ് ഒരു മിനിറ്റ്. ഇപ്പൊ കഴിയും സമയം. കയറ് കത്തിക്കരുത്. 1 മിനിറ്റ് കൊടുത്താ അത്. പിന്നെ 10 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട്. അവര് നേരത്തെ ഗെയിൻ ചെയ്തൊരു 10 മിനിറ്റ് ഉണ്ട്. ഞാൻ ഇതിൽ ഇട്ടിട്ട് ആ കടുക് മേളിലേക്ക് വെക്കും. പെട്ടെന്ന് ഫേമസ് ആകാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, കഴിഞ്ഞു. അടുപ്പ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്യ്. അത് ഓഫ് ചെയ്ത് ഗ്യാസ് അങ്ങോട്ട് കുറച്ച് ഒഴിച്ചാ മതി. എന്താ ശർക്കര പായസ? ഷാജേന്റെ ടൈം കഴിഞ്ഞു. ഇവിടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പോവാണോ? മോചിപ്പിക്കാം. അത് അയച്ചു വിട്ടേക്ക്. 5, 4, 3, 2, 1. Time up. ഒരു സൈഡില് നമ്മുടെ സ്റ്റെപ്പിനും നാഗവല്ലിയും കൂടി ഒരുക്കിയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറിയും ചോറും റെഡിയാണ്. ഇവിടെ നല്ല ഒന്നാം തരം കപ്പയും മത്തിക്കറിയും റെഡിയാണ്. മത്തി മുളക് ഇട്ടതല്ലേ? യെസ്. അപ്പൊ റെഡിയാണ്. നമ്മുടെ ജഡ്ജസ് ഇങ്ങോട്ടേക്ക് വന്ന്, സ്പെഷ്യലി കിഷോറേട്ടൻ ഒന്നിങ്ങോട്ടേക്ക് വന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് അപ്രൂവൽ തരുവാണെങ്കിൽ സംഭവം കലക്കും. വേഗം വാ. എനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങാം. എന്താണെന്നറിയോ, ഈ വെജും നോൺ വെജും തമ്മിലുള്ള ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. നമ്മള് നോൺ വെജ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വെജ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷ കാണുന്നത്. നമ്മുടെ AC ഓൾവേയില് പോയതിനു ശേഷം ട്രാൻസ്പോർട്ട് ഓർഡിനറി വണ്ടിയിൽ കയറി കണക്കിരിക്കും. പച്ചക്കറി അങ്ങനെ കൊച്ചാക്കരുത്. അശ്വതി വെജാണ് അല്ല? അതാണ്. അപ്പൊ എനിക്കൊന്ന് ജോണി ചേട്ടാ, ഇത് തുടങ്ങി അവിടെ പോകുന്നതായിരിക്കും നല്ലത്. ഈ പിന്നെ കപ്പയും മത്തിക്കറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയെ ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. പറയുമ്പോ തന്നെ ഒരു ലോഡ് വെള്ളം വരും. അപ്പൊ എനിക്കൊന്ന് വെജ് നിത്യ ഇവിടുത്തെ അങ്കമാലി അങ്ങാക്കറി എന്നാണ് പറയണത്. കൊഴുപ്പ് കുറച്ച് കുറഞ്ഞു പോയി. ചോറ് പിന്നെ ആര് വെച്ചാലും ചോറ് തന്നെയാണ്. അല്ലല്ല, കൊഴുപ്പ് കുറച്ച്. അങ്കമാലി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിത്യ? ഇല്ല, നോക്കൂ. ഇത് ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതല്ലേ.
ടിഷ്യൂ എന്നാണ്. അയ്യോ ഇതിന്റെ പിന്നെ പുളി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇതിൽ ഉപ്പിട്ടുകൊണ്ടേയിരിക്കും. പുളി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ബാലൻസ് ചെയ്യാൻ ഉപ്പിട്ടോണ്ടിരിക്കും. അതിലെ കൊഴുപ്പ് കറക്റ്റായിട്ട് കൊഴുപ്പ് വന്നിട്ടില്ല. എനിക്കൊന്ന് സവാള വഴണ്ട് വന്നില്ല തോന്നുന്നു അല്ലേ? സവാള നമുക്ക് കുറച്ചൊരു അരമണിക്കൂറെങ്കിലും മാങ്ങയും കുക്കറിൽ വെച്ച് അടിച്ചെടുത്തിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്തില്ല. സവാള നമ്മൾ കല്ലുപ്പിട്ട് തിരുമിയിട്ട് അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ അങ്കമാലിയിൽ നമ്മൾ അവിടെ നിന്ന് അങ്കമാലിയിലേക്ക് പോകുമ്പോൾ എനിക്ക് സാജുവിനെ അറിയാമോ? അറിയാം. എന്താന്ന് പോലും കേട്ടില്ല. എന്താ അറിയാവുന്നു. നമ്മളൊരു കൊച്ചു മാടക്കടയുണ്ട് അവിടെ. അംബിക ചേച്ചി എന്നാണ് പേര്. അവരവിടെ ഈ മാങ്ങാക്കറി എന്ന് പറഞ്ഞ സാധനം ഇതും ഈ പച്ചരിച്ചോറും മാത്രം മാങ്ങാക്കറി. പക്ഷെ അവര് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ രീതിയിൽ കുഴമ്പ് പരുവത്തിലാണ് വയ്ക്കുന്നത്. മാങ്ങയുടെ പീസ് ഇങ്ങനെ കിടക്കും. പിന്നെ അതിന്റെ ഉപ്പ് വിനെഗർ ഇത്തിരി കൂടുതലാണ്. ഈ മാങ്ങയിൽ പുളി ഉള്ളതുകൊണ്ട് വിനെഗർ ശകലം കൂടുതൽ ഒഴിക്കണം. അല്ല കുറച്ച് അല്ല, മാങ്ങ നമ്മൾ പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കും. മാങ്ങ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരി ആഡ് ചെയ്യില്ല. ശരി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ കൈ കെട്ടിയിട്ട് ഈ സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നല്ല സാധനമാണ് ഇത്. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ ഭക്ഷണാസ്വാദകനാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും, കുക്കുകയും ചെയ്യും. നന്നായിട്ടുണ്ട്. പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതെന്തായിരുന്നാലും അങ്കമാലി ഞാൻ ഒതുക്കത്തിൽ നോക്കി. ഒതുക്കത്തിൽ അതിനിടയ്ക്ക് അവിടെ പോയി നോക്കിയോ? ഒതുക്കത്തില് എന്നാ ഇനി ഇപ്പഴത്തെ കപ്പയും മീൻകറിയും. കപ്പയും മീനും തുണക്കണേ. ഇതിന്റെ പറയേണ്ട കാര്യമില്ല. ഈ കപ്പ പലതരത്തിൽ ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, സ്ലൈസ് ചെയ്തെടുക്കാം. ചെണ്ടമുറിയനുണ്ട് ഇതിനകത്ത്. പിന്നെ വറവ് ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉഴുന്ന് പരിപ്പ് അവസാനം വറുത്ത് ഇടാം. അത് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് ചതച്ചിടും. മഞ്ഞപ്പെട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. മര്യാദയ്ക്ക് ആ സാധനം ചെയ്തുകൊണ്ടിരുന്ന അവനെ കൊണ്ടൊന്ന് തെറ്റിപ്പിച്ചിട്ടേ. ഇത് നന്നായിട്ട് വയ്ക്കുന്ന ഒരാളാണ് സാജു. പിന്നെ മത്തി കുടംപുളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയാണ് പോണെന്നിട്ട് പറഞ്ഞില്ലല്ലോ. ബാബുരാജിനെ വിളിച്ചോണ്ട് പോയപോലെ എന്നെ കൂടെ വിളിക്കണേ. പോരുന്നു എന്റെ കൂടെ. എന്റെ പൊന്നെ, ഭയങ്കര നമ്മൾ ആദ്യം നല്ല ഉള്ള കയ്യിൽ എടുത്തതിന് ശേഷം അത് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റത് കറക്റ്റ് ആയിരിക്കും. അതിനൊരു പ്രത്യേക ശബ്ദം കൂടെ വേണം. അത് മീൻകറി, അമ്പലത്തിലെ ചന്ദനമല്ല. പറഞ്ഞു നന്നായി. ഇല്ലെങ്കിൽ ഇത് നക്കിയിട്ട് തലയിൽ കൂടെ തേക്കി വരുന്നു. ഓക്കെ അല്ലേ? അത് എപ്പിക്കായിരുന്നു. ഇവരിത് കപ്പ ബിരിയാണി ആക്കിയോ? ബിരിയാണി ഇല്ല അവിടെ ഇരുന്ന് കഴിക്കാൻ. ഇവിടെ വെച്ച് കഴിക്കുന്നത്. ഇച്ചിരി കടുങ്കാപ്പി എടുക്കട്ടെ. അതെ, കറക്റ്റ്. ഞാൻ പറഞ്ഞ നല്ല ഈ കപ്പയും ഇതുപോലുള്ള മത്തിയും ചെറിയ ചാറ്റൽ മഴയും മധുരമില്ലാത്ത കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ 2 പാട്ടും. അണ്ണാ എനിക്കൂടെ താണ. എന്റെ കണ്ണ് ഞാൻ വാരി പോ. കണ്ടസ്റ്റൻസ് 2 പേരും അല്ല 4 പേരും എന്ന് പറയാം നമ്മുടെ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരത് അടിപൊളിയായിട്ട് അവർക്ക് കൊടുത്ത സമയത്തിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. ആ ഡിഷ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കി ഡിഷറായിട്ട് അത് ടേസ്റ്റ് ചെയ്തു. എല്ലാവരും ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ എക്സ്പീരിയൻസ്? നന്നായിട്ട്. അങ്കമാലി അത് കുറച്ചുകൂടെ പിന്നെ ഇതിന്റെ ഒരു കൗതുകവും ഒരു രസവും അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ സാധനം ചെയ്യുമായിരുന്നു. അത് 2 പേരും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആ സാധനം. പിന്നെ അതുപോലെ തന്നെ പിന്നെ സാജുവിന് മീൻകറി വെക്കാൻ അടിപ്പിക്കേണ്ട കാര്യമല്ല. വെടിവെച്ചിട്ട് ടോന്നാക്കും പോലെയാണ്. ഒരു ഭയങ്കര രസകരമായി ചെയ്തു. ഒരു കപ്പ എന്ന് പറയുന്ന സാധനം വേറൊരു സ്റ്റൈലിലാണ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു 2 പേരും ഈ ഒരു കൗതുകത്തിന്റെ പേരിൽ, നമ്മളൊരു ടാസ്കിന്റെ പേരിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 2 ടീമും സൂപ്പർ കുക്കർമാരാണ്. അണ്ണാ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എന്നെ കുറിച്ച് ഞാൻ ഇത് കഴിയിട്ട് പറയാം. നമ്മൾ ഇത്ര ആർത്തിയോടെ കഴിച്ചിട്ട് ഞാൻ ഇനി എന്ത് പറയുന്നത്? അല്ല, നന്നായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയാം, ഷാജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും കപ്പയും മത്തിക്കറിയും. അത് ഷാജു ഭയങ്കര രസമായിട്ട് ചെയ്തു. പിന്നെ അങ്കമാലിയുടെ ദേശീയ ഭക്ഷണം ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നോണ്ടാ തോന്നുന്നു റിസൾട്ട് വന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഈ തേങ്ങ ചിരണ്ടി അതുപോലെ ഒരു ഭയങ്കരമായിട്ട് ചെയ്തു. ഭയങ്കര മിടുക്കന്മാരാ.
ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എങ്ങനെയായാലും നമ്മളൊക്കെ ജീവിക്കും. എവിടെ കൊണ്ടിട്ടായിരുന്നു നന്നായിരുന്നു രണ്ടുപേരും നമുക്ക് അഭിമാനം തോന്നുന്നു. പ്രത്യേകിച്ച് 2 ന്യൂസൻസ് രണ്ട് ഗസ്റ്റുകൾ വന്നെങ്കിലും ഭയങ്കര രസമായിട്ട് അവര് ഭയങ്കര കോപ്പറേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ബാലാമണി ഭയങ്കരമായിട്ട് സഹകരിച്ചു. നല്ല അടുക്കള കാര്യം എന്ന് പറഞ്ഞാൽ ബാലമണി ക്യാരക്ടറിനോട് നീതി പുലർത്തിയതാ. ഇതൊരു ഗോസ്റ്റ് ആയിരുന്നു, ഗസ്റ്റ് അല്ല. അത് ഗോസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് 2 കൈ ഉണ്ടായിട്ട് തന്നെ നമ്മളെ കൊണ്ട് മര്യാദയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ കൊണ്ടല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞ 1/2 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ സമയം കൊണ്ട് തേങ്ങ ചിരകി നമുക്ക് കുറച്ച് ഒരു ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അതൊരു ആണുങ്ങളാണ് ഇത്രയും ഐ മീൻ ഈ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഇത്രയും കൈ കെട്ടിയിട്ടിട്ട് വേതാളത്തെ പോലെ ഒരു സാധനം തോളിൽ വെച്ച് കൊടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ ഇത്രയും അടിപൊളിയായിട്ട് കുക്ക് ചെയ്തത് അടിപൊളിയാണ് സത്യം. മാങ്ങക്കറിയും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ആ കുറച്ച് ഉപ്പിന്റെ മാത്രം എനിക്ക് അവർ പറഞ്ഞ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാ കഴിക്കണേ, പക്ഷെ എനിക്ക് ഇഷ്ടമായി. ചോറിന്റെ കൂടെ മാങ്ങക്കറി നല്ല അടിപൊളിയാണ്. ഒരു കാര്യം പറയാനുണ്ട്, ഇത് തീർന്നില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ പറയാണ്, ഇത് കഴിയുമെങ്കിൽ വെച്ചിട്ട് നാളെ ശരിക്കും സാർ എന്താ അറിയാമോ, ഈ കറി ഇന്ന് വെച്ചിട്ട് ഇന്ന് എടുക്കരുത്, നാളെ കാരണം നിങ്ങളാരും ഉണ്ടാവില്ല. സത്യം പറഞ്ഞ ഇതിന്റെ ഒരു ഉഗ്ര കോമ്പിനേഷൻ വരാൻ പോകുന്നത് അതിന്റെ ആ പച്ചരിച്ചോറും ഇതും കൂടെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് രാവിലെ ഇത്തിരി ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ വലിയൊരു പാത്രത്തിലിട്ടിട്ട് നീ ചുമ്മാ എന്നിട്ട് നല്ല രീതിയിലുള്ള ലാമ്പ് ഒരു 10:30 മണിക്ക് എടുത്തു വെച്ച് കുടിച്ചിട്ട് കമഴ്ന്നങ്ങ് കിടക്കണം. ഒരു ചലച്ചിത്ര ഗാനം വെച്ചിട്ട് ഒരൊറ്റ മനുഷ്യനെ വിളിക്കരുതെന്ന് പറയാൻ വേണം. അതാണ് ഇതിന്റെ 2ന്റെ കോമ്പിനേഷൻ. നല്ല ഉഗ്ര പഴങ്കഞ്ഞിക്ക് പറ്റിയ ചോറും പറ്റിയ മീൻ. നീ പല വിഭവങ്ങളിലൂടെ വേവാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ അടുക്കളയിൽ. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് പാചകത്തിലും ഒക്കെ ഉള്ള വൈദഗ്ധ്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾസ് വിജയ് ആൻഡ് ശ്രുതി. ഇത് തുറക്കണതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വർഷങ്ങളായിട്ട് കുക്കറി ഷോസ് ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ്. ശരിക്കും വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യോ? സത്യം പറഞ്ഞാല് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല. ശരിക്കും സീരിയസ്ലി സർപ്രൈസ്. ഞാനേ ഈ അവിടെ ചെന്ന് ഇവർ ആഹാരം ഉണ്ടാക്കുന്ന നോക്കിക്കൊണ്ടിരുന്ന് മതിമറന്ന് അത് പഠിക്കാതെ നിന്ന് അവരുടെ അവസാനം ഈ പ്രോഡക്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കഴിക്കാൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടെ നല്ലോണം ഉരുള്. കിഷോറാ, നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് ഇതൊക്കെ? ഈ നമ്മള് ഒരു സ്ഥലത്ത് പോയി വ്ളോഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുക്കറി ഷോ ഹോസ്റ്റ് ചെയ്യുമ്പോ അതിനകത്ത് പഠിക്കണമെന്നുള്ളൊരു മനസ്സാദ്യം വേണം. പിന്നെ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഒരു നാണവും ഉളുപ്പുമില്ലാതെ തിന്നോട്ട് വരാൻ ഒരു മനസ്സ്. വേറൊരു കേസുണ്ട് അശ്വതി, നല്ല എഴുത്തുകാരും നല്ല വിമർശകരല്ല, നല്ല വിമർശകരാരും നല്ല എഴുത്തുകാരുമല്ല. അതാണ് കാര്യം. അതെവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ നിന്ന് പുഴുക്കുന്നുണ്ട്, അവ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നു ഞാനൊന്ന് പറഞ്ഞതാണ്. നിങ്ങളെന്റെ ചങ്കാണ് ചങ്ക്. ഒരു കാര്യം, ഒന്നും അറിയാലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും പാചകം ചെയ്യാൻ ജയിക്കണോ? ഞങ്ങൾ കഴിക്കേണ്ടത് ഈ അറിഞ്ഞൂടെങ്കിലും എനിക്ക് ഭയങ്കര കൈപുണ്യമാണ്. ഞാൻ അറിയാതെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ശ്രീ പറയാറില്ല. അതെ, ഞാൻ ഇപ്പൊ കൂടി പറഞ്ഞുള്ളൂ. എനിക്ക് ഇതുപോലെ പനിയായിട്ട് കിടന്ന സമയത്ത് മോനെ നൂഡിൽസ് വേണമായിരുന്നു. അപ്പൊ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അവൻ വന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു, അമ്മ ഇത് കുടിക്കാനുള്ള വെള്ളമാണോന്ന്. കാരണം ഒരു ചെമ്പില് നിറയെ വെള്ളം, അതിന്റെ അടിയിൽ കുറച്ച് നൂഡിൽസ്. എന്നെ സഹായിക്കാൻ പക്ഷെ ഇതിന്റെ അകത്തുള്ള ജിന്ന് സഹായിക്കും. നമുക്ക് നിങ്ങക്ക് കിട്ടിയിരിക്കുന്ന ജിന്നാരാന്ന് നോക്കാം. തുറന്നു നമുക്ക് മിക്കവാറും ആടുതോമല്ലോ ആയി. ആടുതോമ റെസ്റ്റ് എടുക്കാം. തമ്പുരാനേ, ആരാണ് ഇടിവെട്ടിയവനെ പേപ്പട്ടി കടിച്ച അവസ്ഥയാണ്. സരോജ് കുമാർ. ഹലോ ആരാധകരെ, ശാന്തരാഘവൻ. ഹലോ, നടുക്കിരിക്കുന്ന ആള് എനിക്ക് നല്ല പരിചയമുണ്ട്, സിനിമയിലൊക്കെ ഉള്ളതല്ലേ, കണ്ടിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ കാണാൻ നേരത്ത് നല്ല പൊക്കമാണ് കേട്ടോ. പിന്നെ കരോട്ടയുടെ ക്ലാസ് ഒക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? ആരാണെന്ന് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്? ബാബു ആന്റണി അല്ലേ?
ജോണി ആന്റണി. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു കുക്കറിയുടെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു 5 ദിവസം എടുത്തുണ്ടാക്കിയ നാരങ്ങ അച്ചാറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ടേസ്റ്റ് ചെയ്യൂ. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ 5 ദിവസം. പിന്നെ 5 ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ചെയ്തിട്ടാണ്. ടേസ്റ്റ് ചെയ്യൂ, എങ്ങനെയുണ്ടെന്ന് നോക്കൂ, കഴിക്കൂ. എങ്ങനെയുണ്ട്? ശ്രദ്ധിച്ചു വെച്ചോ, വല്ല കഷായം എന്തൊരു കഴിപ്പ് ഇത്. ഹലോ, സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ തരാം. നമ്പർ തന്നാ മതി. കുട്ടിക്ക് നല്ല താല്പര്യമുണ്ടോ? അപ്പുറത്ത് പ്രധാനപ്പെട്ട നടിയിരിപ്പുണ്ട്. ആ, നമസ്കാരമുണ്ട്. നമ്പർ തരണം കേട്ടോ, ഞാൻ വിളിക്കാവേ. എപ്പോഴാണോ? എപ്പോ വേണമെങ്കിലും വിളിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഹലോ, അമ്മ വീട്ടിൽ ഞാൻ വന്നിരുന്നു. ആരുടെ അമ്മ വീട്ടില്? പുള്ളിയുടെ അമ്മ വീട്ടിൽ പോയി. ചുമ്മാ എനിക്ക് വിശന്നപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ കുറച്ച് നേരത്തേക്ക് ഒന്ന് സൈഡിലേക്ക് നിൽക്കാണ്. പിന്നെ തീർച്ചയായിട്ടും നിൽക്കാം, യാതൊരു കുഴപ്പമില്ല. അച്ചാർ എനിക്ക് വേണ്ട, ഇതിനകത്ത് തൂത്തോളൂ. ഞാൻ ഉണ്ടാക്കി ഞാൻ കഴിക്കാറില്ല. നമുക്ക് അടുത്ത കപ്പിളിനെ വിളിക്കാം. ഇവർക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ആരാണ് വേദിയിലേക്ക് വരുന്നത് നോക്കാം. അനൂപൻ ദർശന. അപ്പൊ നിങ്ങള് പാചകത്തില് നല്ല പ്രാഗൽഭ്യമുള്ളവരാണോ? എനിക്ക് തീരെ വിശ്വാസമില്ല. ആരെ വിശ്വാസമില്ലെന്ന്? ഈ പുള്ളിനെ. അതാണ് അച്ഛനും പറഞ്ഞത്. പുള്ളി അടുക്കളയില് വരാറുണ്ട്, ഫുഡ് ആയോ നോക്കാൻ വേണ്ടി വരാറുണ്ട്. നാണമില്ലേ അനൂപ ഇങ്ങനെയൊക്കെ ഭാര്യമാരെ കൊണ്ട് പറയാ? നിങ്ങളെ കണ്ടല്ലോ പഠിക്കണേ. എത്ര പേര് പഠിച്ചു? കിട്ടും, ഇനിയും കിട്ടും, ഒരുപാട് കിട്ടും. ഞാനല്ലേ കൂടെ നിൽക്കുന്നത്. ദർശനം നന്നായിട്ട് കുക്ക് ചെയ്യോ? നന്നായിട്ടൊന്നും കുക്ക് ചെയ്യില്ല, അത്യാവശ്യം പിടിച്ചേക്കും. ഓക്കെ, ഒരു സൈഡ് കുറച്ചൊന്ന് സേഫ് ആയിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും. അവിടുത്തെ അവസ്ഥ അങ്ങനെയായിരിക്കും. അല്ല, ശ്രുതി നന്നായിട്ട് പറഞ്ഞു തരും, ഞാൻ അതുപോലെ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ജിന്ന് എന്താ, ആരാണെന്ന് ഭഗവാനെ ഏതെങ്കിലും തലതെറിച്ചവനായിരിക്കണേ ഈശ്വര. കത്തിയെറിഞ്ഞ് കൊന്നാലോ? തീർന്നു നിങ്ങള്. ആരാ അത്? രമണൻ. രമണൻ നമസ്കാരം, ഞാൻ രമണൻ. അല്ല, എന്നെ എന്തിനാണ് ഇവര് വിളിച്ചത്? തുണി കഴിവാനാണ്, അതോ ഷൂ പോളിഷ് ചെയ്യാനാണ്, കൊച്ചിനെ അപ്പീഡിപ്പിക്കാനാണ്? ഞാൻ എന്തിനാണ് ഇവിടെ ചെയ്യേണ്ടത്? ഫുഡ് ഉണ്ടാക്കി തരാം. ഫുഡ് ഉണ്ടാക്കി തരാം. എന്തായാലും എനിക്ക് അരമണിക്കൂറിനകത്ത് എന്നെ പഞ്ചാബി ഹൗസിലോട്ട് വിടണം. കാരണം അവിടുത്തെ മുതുക്കന്മാരെ 250 നിക്കർ എനിക്ക് നനയ്ക്കാവുള്ളത്. മനസ്സിലായില്ലേ? പോകുമ്പോ എന്റെ നിക്കറ് തന്നോടാം. പോകുമ്പോ എന്റെ നിക്കറോട് തന്നോടാം. ഇവിടെ അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഒരു പ്രത്യേക പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചപ്പാത്തി മാത്രം തരല്ലേ, ഞാൻ ചപ്പാത്തി തിന്നാറില്ല, ചോറാണ്. ചപ്പാത്തി നിന്നെ പിടിച്ച് മനസ്സിലായില്ല? അല്ല, നീ പുട്ടാണ് തിന്നുള്ളൂ. അല്ല, തള്ളി മറിക്കുന്നു. ഇയാള് രാവിലെ പൊറോട്ടയാണ് കഴിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും അങ്ങോട്ട് തയ്ക്കുന്നില്ല. ഇതൊരു നടക്ക് പോവൂല. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ അങ്ങനെ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് ആണ് നമ്മൾ തരാൻ പോകുന്നത്. അഡ്വാൻറ്റേജ് ടാസ്ക് എന്ന് പറയുന്നത് സവോള അരിയുക എന്നുള്ളതാണ്. നല്ല വൃത്തിയായിട്ട് അരിയണം, നല്ല റൗണ്ടില് ഷേപ്പില് അരിഞ്ഞിട്ട് കറക്റ്റ് സമയത്തിനുള്ള എത്ര സവോള കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ ഈ 5 തീർന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാരക്ടറിനെ കൊണ്ട് ഒരു ഡയലോഗ്, പഞ്ച് ഡയലോഗ് പറയിപ്പിക്കാം. അടുത്ത 5 സവോള മേടിക്കാം. നമുക്ക് സോണിയെ വിളിച്ചാലോ? സോണിയ വന്നട്ടെ. ഓക്കെ, ഇതാണോ സോണിയ? ഇതല്ല സോണിയ. ടൈം സ്റ്റാർട്ട്സ് നൗ. അടിച്ചാ പിടിച്ചാ എന്നാലും ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സവോള എവിടെ കൃഷി ചെയ്യണമെന്ന് അറിയോ വിജയ്? കഴുകാത്ത സവോള. എന്തായാലും ഇപ്പൊ ജയിക്കണം, അത്രേ ഉള്ളൂ. കഴുകിയാലും കഴിയില്ലെങ്കിലും നാളെയും കഴിയുക, ഇന്ന് ജയിക്കാനല്ലേ പറ്റൂ. വിജയ്, സവാളയുടെ വളം എന്തോന്നറിയാവോ? കോഴി മാത്രല്ല. അല്ല, അതെനിക്കറിയാം, മനസ്സിലായി. ഇന്ന് ഞാൻ 2 കത്തി ഉണ്ട്, അവർക്കൊരു കത്തി കൊടുത്തതാ. നീ കൈമാറ്റി വെച്ചോ. സരോജ് കുമാറാണ്. കഴിഞ്ഞു. ഇത് കഴിയണം, എന്നിട്ട് നിങ്ങൾ പോയി ഡയലോഗ് അടിക്കണം. പ്രശസ്ത നടൻ സരോജ് കുമാറാണ് നമുക്ക് വേണ്ടി സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരെണ്ണല്ലേ എറിഞ്ഞതിപ്പോ റൗണ്ടില്? ഡയലോഗ് പറയട്ടെ. എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ കുഞ്ഞമ്മയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങൾ അമ്മയായിരുന്നു മേഴ്സി.
ജോണി ചേട്ടന്റെ നെഞ്ചത്തി എന്നെ തറയ്ക്കാൻ വേണ്ടിട്ടാണ് ഡയലോഗ്. ഒന്ന് സൈലന്റ് ആയിരിക്കണം, ഞാൻ ഡയലോഗ് പറഞ്ഞോട്ടെ. ചേച്ചി, ഈ ചെയ്യുന്നത് തെറ്റല്ലേ ചേച്ചി? അതെ, തെറ്റ് ചെയ്യാത്തവരാരാടാ ഗോപു? ഡയലോഗ് ഇത് പഞ്ചല്ല, കൊഞ്ച് ഡയലോഗായിരുന്നു. ാണല്ലോ. അതാ പിന്നെ റൗണ്ടല്ലേ ഇത്? കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറ, ഫ്രണ്ടിലത്തെ ടയറിന് കാറിന്റെ ടയറിന്റെ കത്തി കൊണ്ടുള്ള കളിയാണ്, ഒന്നും മിണ്ടായിരിക്കാവൂ. കോൺസെൻട്രേഷൻ പോണു കേട്ടോ. അശ്വതി, ഇത് ഒരു സവാള രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒളിമ്പിക്കല്ലേ ഇവിടെ റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ആയിരം വെച്ചുള്ള കളിയാണ്. ഓടിക്കാൻ പറ്റുമോ? ഞാൻ അറിയാം. 5 കിലോ ഓടിക്കാൻ പറ്റുമോ? നമ്മള് ബീഫ് ഫ്രൈയുടെ മേലെ വെക്കുന്ന പോലെ. കർഷകനല്ലേ മാഡം, കള പറിക്കാൻ ഇറങ്ങിയതാണ്. നിന്റെ തന്തയല്ല എന്റെ തന്ത. നിങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഇതിന് പഞ്ച് ആയില്ലേ? എന്റെ പഞ്ചായില്ലേ? ഒരെണ്ണം കൂടെ വേണേ സവാള. அதிகமா ஆசைப்படுறாம்பளே, அதிகமா கோபப்படுறாம்பளே, இந்த உலகத்துல என்பதை மாத்த சரித்திரமே கிடையாது. ஏன் வழி தனி வழி. എന്തെന്ന്? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? കുറെ നാള് കുക്കറി ഷോ എന്ന് പറഞ്ഞു നടന്നതല്ലേ? നടന്നതേ ഉള്ളൂ, ഒന്നും വേറെ ഒന്നും നടന്നില്ല. കുക്കറി ഷോ കൊണ്ട് നടന്നോണ്ട് ആകെയുള്ള ഒരു ഗുണം ഉണ്ടായിരുന്നോ അറിയോ? ഈ തടി അത് ഗുണമാണെന്ന് ആദ്യം പറയണ ആശ്വതി. ഇതിനകത്ത് ഇതിലേതാ കൂടുതൽ? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഇപ്പൊ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഉണ്ടാക്കേണ്ട ഫുഡ് എന്താണെന്നുള്ളത് പറയാം. നിത്യ അല്ലെങ്കിൽ ജോൺ ചേട്ടാ, ആരാ പറയുന്നത്? എന്താണ് ഇവർ ഉണ്ടാക്കേണ്ട ഫുഡ്? ദർശൻ ഏറ്റവും കൂടുതൽ ഈ വേത്തിൽ പറഞ്ഞത് ദോശ 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 ദോശയാണ് അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ദോശയും ചട്നിയോ? തേങ്ങ ചമ്മന്തി. ദോശയും തേങ്ങാ ചമ്മന്തിയും. വിജയ് പിന്നെ അങ്ങ് തള്ളലോട് തള്ളലാ. ഭയങ്കര പാടാ. അപ്പൊ വിജയ്ക്ക് പുട്ടും കടലയും. പുട്ടും കടലയും. അപ്പോ നിങ്ങൾ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അവര് ദോശയും തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് ഉണ്ടാക്കാൻ പോകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കയ്യില് ഒരു ബോക്സിംഗ് ഗ്ലൗ ഉണ്ടാവും. ഇവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കയ്യില് ഗ്ലൗ ഇട്ടിട്ടാണ് ഇവർ കുക്ക് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ അവർക്ക് ഗ്ലൗ അഴിച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. ലാസ്റ്റ് 5 മിനിറ്റ്സ്. അതുകൊണ്ട് എങ്ങാനും നിങ്ങൾ ജയിച്ചാലായി. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെള്ളം ഒഴി. ഗ്യാസ് അല്ല, ഇത് കത്തിക്കാം. ആദ്യം സ്റ്റൗ കത്തിക്ക. ഇത് തുറക്ക്, എന്നാലേ കത്തിക്കാൻ പറ്റൂ. ഒരു സെക്കൻഡ് വെള്ളം ഒഴിച്ചോട്ടെ. അയ്യോ, വെള്ളപ്പൊഴിക്കണ്ടേ? കടല ഒഴിക്കണ്ടേ? അത് ഒഴിച്ചു കളഞ്ഞു. അവിടെ വേറെ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. കുക്കർ ഒഴിക്ക. വെള്ളം വെച്ചു. വെള്ളമല്ല, എണ്ണ ആദ്യം ഒഴിക്കും. എണ്ണ ഇതല്ലേ എണ്ണ? അത് ആദ്യം ഒന്ന് വെള്ളം പോട്ടെ അതിലത്തെ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അത് കുഴപ്പമില്ല, എന്നാലും കാര്യം എളുപ്പം നടക്കും. എന്റെ പടം പോലെ തന്നെയാണ് കുക്കറും, എപ്പോഴും പൊട്ടും. അത് ആ പാത്രം എടുത്തിട്ട് ഒരാള് പുട്ട് ഒഴിച്ചോയെങ്കിൽ എന്റെ ഈ കൈ ഒന്ന് കയറ്റി വെച്ച് തരൂ. ഇതിട്ടങ്ങ് തുടച്ചാ പോരെ? അയ്യോ, അതൊരു എനിക്ക് സ്വന്തമായിട്ട് 2 ബോട്ട് ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 2 ചട്ടി ഉണ്ടോ? മഴയത്തിട്ടോണ്ട് ഇറങ്ങില്ല. തീ കൂട്ടി വെച്ചോ, കുറച്ച് തീ കൂട്ടി വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചോളൂ. അങ്ങനെയൊന്നും പറ്റില്ല. പടക്കത്തിന് തീ കൊടുത്താൽ നിൽക്കുവാണോ ഇത്? എണ്ണ ഒഴിക്കുമോ അങ്ങോട്ട്? മതി. ഇനി ഈ വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി ഫുൾ ഇട്ടോ? ഫുൾ വേണ്ട വേണ്ട. ആദ്യം വെളുത്തുള്ളി വേണം. കടലക്കറിയല്ലേ, അപ്പൊ വെളുത്തുള്ളി വേണം. ചൂടാവട്ടെ. അല്ല, ഞാൻ പുട്ട് ആ സമയം കൊണ്ട് പുട്ടിന്റെ പാത്രം. ഇത് 2 ബൗള് നോക്കട്ടെ. അത് രണ്ടും ഒന്ന് തന്നെയാണ്. 2 പുട്ട്. അത് കുഴപ്പമില്ല, ഒന്നെടുത്താ മതി. ഒന്നെടുത്തിട്ട് ആദ്യം കുറച്ച് ഉപ്പ് കുറച്ചും കൂടി ഒത്തിരി കൂടി, ഒരു നുള്ളും കൂടി. മതി. അപ്പൊ എന്തിന് തേങ്ങ ഇരുന്ന് നമുക്ക് ഇരുണ്ടേ? അത് സ്ഥിരമാണ്. ഇത് പേട്ട് തേങ്ങയാണോ നല്ല തേങ്ങയാണോ നോക്കണ്ടേ? രുചി വേണ്ടേ ചമ്മന്തി? ആദ്യം ഒരു സ്പൂണ്
ഒരു സ്പൂൺ ഇത്ര ഒഴിക്കരുത്. നിങ്ങൾ സരോജ് ഞാൻ അമ്പലത്തിലെ ശാന്തിയല്ല തീർത്ഥം മേടിക്കുന്നത് വിളിക്കാനായിട്ട്. എനിക്ക് മനസ്സിലായി. ഓർമ്മ വരുന്നു. ചമ്മന്തി പൊളിക്കും കേട്ടോ, നല്ല തേങ്ങ. നല്ല മടക്കി. അല്ല നേരെ മുകളിലോട്ട് നീ കുറച്ച് വെക്കാൻ. അയ്യോ അതിലൊഴിക്കരുത്, കയ്യിലൊഴിക്കും. ഞാൻ രാവിലെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ചില്ലല്ലോ. ഇതിൽ കുറച്ച് വെള്ളം നീ തന്നെ തിന്നോ. ഉള്ളി കഴിഞ്ഞാൽ നേരത്തെ എവിടെ പോയി? ഇത് വിജയിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തട്ടുകട തുടങ്ങാം. അനുപേ കട്ട ചമ്മന്തി വേണ്ട, വെള്ളം ഒഴിച്ച ചമ്മന്തി മതി. അല്ല പുള്ളിക്ക് തേങ്ങതിരി പറഞ്ഞിടാ. തേങ്ങതിരിമ്പളെ ശബ്ദമല്ലേ ഉപ്പിട്ടു അത് പറഞ്ഞില്ല. ഇതിങ്ങോട്ട് മാറ്റി. അല്ല ഇതില് നിങ്ങൾ ഈ സവാള പിടിക്കുമോ? ഞാൻ കട്ട് ചെയ്യണ്ടേ? പിന്നെന്താ? അത് നിങ്ങളെ കൈമാറ്റി വെക്കണം. കൈ മുറിച്ചിടരുത്. നിങ്ങളെ കൈമാറ്റ്. ഇതെന്തിനാ ഞാൻ തിന്നട്ടാ? അതൊന്ന് കടിച്ചിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ നിങ്ങൾ വിളിച്ച്? എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കാത്ത ചെറുവിടങ്ങ് ജോലി ചെയ്യും. വാ ജോലി ചെയ്യണേ. ഇത് പിടിക്ക്. തിന്ന് സഹായിക്കുന്നുണ്ടല്ലോ, അതന്നെ മതി. അയ്യോ അതിൽ വെള്ളം ഒഴിക്കരുത്. മണ്ടം വേണ്ടോ? ആരും പറഞ്ഞു ഇത് മനഃപൂർവ്വം തോൽപ്പിക്കാനായിട്ട്. കത്തിക്കൂ. കുഴപ്പമില്ല, വെള്ളം ഇരിക്കട്ടെ. അത് മഹാമണ്ട. ഇത് മനഃപൂർവ്വം തോൽപ്പിക്കാൻ ഞാൻ അരിമാവെടുത്ത് മുഖത്ത് വെച്ചിരിക്കട്ടെ. അയ്യോ ഒരിക്കലുമല്ല, എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിലല്ലേ? ഇത് എന്റെ വീടാണ്, എന്റെ ജയം, എന്റെ ട്രോഫി. അതറിയണോ? ഒരു ടേസ്റ്റ് കൂടും. കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ തക്കാളി കേക്ക് എടുത്ത് പകുതി പറ. കുറച്ച് ഉപ്പും കൂടി ഇട്ടോ സരോജ് കുമാരൻ. വേണ്ട, ഞാൻ ഇട്ടോളാം. യാതൊരു കുഴപ്പമില്ല. വേണ്ട, നിങ്ങൾ ഇടണ്ട. പറഞ്ഞാ അവിടെ നിന്ന് ഓടിയല്ലേ വന്നത്, ഭയങ്കര വെള്ളത്താ. ഉപ്പെടുത്തൊന്ന് മാറ്റി വെക്കൂ. എന്നെ തോപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തിനാ വെള്ളം എടുത്ത് ഒഴിച്ചത്? അതില് മതിയോ? പിന്നെ വെള്ളം ഇതിന് ആവശ്യമാണ്. ഇല്ല, ആവശ്യമുള്ളപ്പോ ഞാൻ പറയും. അപ്പൊ അനത്തിയാ മതി കേട്ടാ. തീർച്ചയായും. എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കരുത്. എന്റെ ഈ കോസ്റ്റ്യൂം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്റെ കൈ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പുട്ടുപൊടി കൂടി ഇട്ട് കൊടുത്താലോ? വെറൈറ്റി ഡിഷ്. ആ പുട്ടുപൊടി നിങ്ങളുടെ അണ്ണാക്കിലോട്ട് കുറച്ച് വേണ്ട. അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയ? അവരെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ? ഇല്ല, ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഈ ജോലി സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്? ഹലോ വേണ്ട, അവിടെ പോയി കളച്ചാൽ മതി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ അതിവിടെ വേണ്ട. നിന്റെയിലുള്ള ജിയോളജി എനിക്ക് സെൻഡ് ചെയ്ത് തന്നാ മതി. ഇത് അരഞ്ഞാന്ന് നോക്കണം, ഞാൻ ചെക്ക് ചെയ്യണം. വേണ്ട ഇല്ലേ? ഇത് മതിയോ? ഇത്ര മതിയോ? നോക്കൂ. കുപ്പിന്ന് വന്ന ഭൂതമല്ല, ഞാൻ സൂപ്പർ സ്റ്റാർ ആണ്. വേണം. കടലക്കറിക്ക് തേങ്ങാപ്പാൽ എടുക്കണം. ഇത് ഒരു നുള്ള് പെരിഞ്ചീരണ്ടി ഇട്ടോ, ഒരു ടേസ്റ്റ്. അനുവേ എന്താ ഇടാ അവിടെ? അണ്ണാതെ മിക്സി പോരണ്ട. പക്ഷെ കൊള്ളാം, നല്ലതാണ്. എനിക്ക് ഇവിടെ കണ്ടാ അറിയാം. വളരെ തീ കൂട്ടി വെച്ചോ കേട്ടാ, തീ കൂട്ടി വെച്ചോ. ആ ഫ്രണ്ടിലിരിക്കുന്ന സീസോയിലിരിക്കുന്ന കുട്ടിയെ ഒന്ന് ഇതെങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ചാറെടുത്തേ. ചീനിച്ചേട്ടി എങ്ങനെ ഇത് ഒന്ന് വരൂ പ്ലീസ്. സുരേഷ് കുമാർ, ആ വായം തുറന്ന് ഉപ്പ് എങ്ങനെ ഇട്ട് നോക്കൂ. ഏതാ? ഒരു ബക്കറ്റും വെള്ളവും റെഡിയാക്കി വെക്കണേ. ആണാ ചൂടുണ്ടാവും. ഉപ്പില്ല, ഒട്ടും ഉപ്പില്ല. എനിക്ക് കുറച്ച് ഉപ്പ്. ഉപ്പ് അണ്ണാ നിങ്ങൾ പറ്റിക്കില്ലെന്നെ. നിങ്ങളുടെ ഉപ്പില്ല, ഒട്ടും ഉപ്പില്ല. സത്യമായിട്ട് ഒട്ടും ഉപ്പില്ല. അത്ര മതി. ഞാൻ എന്റെ വീട്ടിൽ ഉപ്പ് ഇടാറില്ല. ഞാൻ തന്ത്രപരമായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് നോക്കണേ.
ദോശ ഏത് ദോശ വേണം? കുട്ടി ദോശ, ചെറിയ ദോശ. ഒരു ദോശ. അത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കണത് പറഞ്ഞു കൊടുക്കും. ഇങ്ങോട്ട് നീക്കിയോ, ചില പൊള്ളിപ്പോയി. പുട്ട് കുറ്റി എടുക്ക്. ഇതിന്റെ അകത്തൊന്നുമില്ല. ഇല്ലേ? ഇതിന്റെ അകത്ത് ഒന്നുമില്ല, ഈ തലയിലും ഒന്നുമില്ല. പൊട്ടിത്തെറിക്കും, അറിയാവുന്നത്. മതി. നിങ്ങൾക്ക് കുളിക്കാനല്ല പുട്ടുടത്തിക്കണം. ഇത്ര വെള്ളം വേണ്ട, അത് തിളയ്ക്കാൻ കുറെ സമയം എടുക്കും. എന്റെ കൈ പൊള്ളുമല്ലോ ഭഗവാനെ. നീ കുറയ്ക്കാദ്യം. ഈ മണ്ടൻ എന്റെ കൂടെ നിൽക്കുക. സരോജ് കുമാർ ഞാൻ ഇദ്ദേഹത്തിനാണ് ഉദ്ദേശിച്ചത്. അത് ഇരുന്നിരുന്ന് പുട്ടിന്റെ പൊടി ഡ്രൈ ആവും, അതാ പ്രശ്നം. പുട്ടിന്റെ പൊടിയാ? ആ, നമ്മൾ ഇരിക്കുന്തോറും കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇതൊക്കെ എല്ലാരും പോവും അങ്ങോട്ട്. അത് അടച്ചു വെക്കണ്ടേ? വേണ്ട. അത് ബിസിനെ വേഗണ്ടേ അത്. അഡ്വാൻറ്റേജ് കിട്ടിയത് അനൂപിന് ദർശനയ്ക്കുമായിരുന്നു. അതുകൊണ്ട് അനൂപിന് കയ്യിലെ ഗ്ലൗ റിമൂവ് ചെയ്തിട്ട് ഇനി ലാസ്റ്റ് 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. താങ്ക് യു. ഞാൻ ഗ്ലൗ ഒരിക്കോ ഗീ ഇല്ല അല്ലേ? ഇനിയാണ് മണം പാചകം തുടങ്ങുന്നത്. ഇതെങ്കിലും ഞാൻ പ്ലീസ് എന്നെ കൊണ്ട് ഒരു പണി ചെയ്യാതിരിക്കരുത്. ഇതെങ്കിലും ഞാൻ. മാവൻ ഉപ്പിട്ടതായിരുന്നോ? ഇത് എത്ര തവണയായി ഇപ്പം? 3. ഇനി എന്തിനാണ് ഇത്? ഇവനെന്തൊരു തോൽവിയാടാ. വീണില്ല. വീഴ്ത്ത്. അയ്യോ, മരണ രമണൻ ഒരു ചെറിയ സ്പൂൺ തരാമോ? മതി 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 മതി. മതി. അതിലേക്ക് എടുത്ത് പുട്ട് ചെയ്യൂ. ഇവിടെ നെയ്യിട്ടൊരു ദോശ മുരിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്റെ മിക്സിക്ക് കൂടോത്രം ചെയ്ത് എന്നെ തോപ്പിക്കാൻ ശ്രമിച്ച ആ കള്ള ചന്തു ഉണ്ടല്ലോ. ഒരു വിസിലും കൂടി വന്നിട്ട് ഓഫ് ചെയ്തോളൂ. മലത്തിയടി അങ്ങനെ. അങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവര് പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഉദ്ഘാടനമാണ്. പതുക്കെ തള്ളാവുള്ളൂ. എന്റെ പുട്ട് പൊടിക്കണം. പതുക്കെ മെതുവാ. ചേട്ടാ മൊല്ലമ ഒരു കാൽ ഭാഗം മതി. അമിതാവേശം മതി, കുഴപ്പമില്ല. അവർ ചെയ്തു. പുട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ദോശയും ചമ്മന്തിയും സെറ്റ് ആയിട്ടുണ്ട്. കടലക്കറിയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. തിരിച്ചിട്ടതിന് പൊട്ടുവോ? ഒന്നും ചെയ്യുന്നു. കടലക്കറി ഒരു കടലാക്രമണമായിരിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതാ പൊടിഞ്ഞെടുത്ത് കടലക്കറി ഒഴിച്ചാൽ മതി. ചെല്ലോ ജോണി ചേട്ടാ, ഞാൻ വെല്ലുവിളിക്കാണ്. ചോണ ഉണ്ടെങ്കിൽ ഇത് കഴിക്കണം. പേടിക്കരുത്, ഇത് മിക്സർ കുഴപ്പമാണ്. ഞങ്ങളുടെ കുഴപ്പമില്ല. എന്നായിരിക്കും തോന്നുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഒരു കൈയാണ് കേട്ടോ. രമണൻ എന്റെ കൈയാണ്. ഇപ്പൊ ഞാനല്ല ഇട്ടത്, ഞാനാണ് ഇട്ടത്. ഇത് മുഴുവൻ കൊള്ളാം. അനുവേ കിഷോർട്ട, എന്റെ കടിഞ്ഞൂൽ പ്രസവമാണ്. പക്ഷെ നിനക്ക് 10-12 വർഷത്തെ സർവീസ് ഇട്ട്. സാജു ഇതിനെ എന്തിനോട് ഉപമിക്കാം? ഞാനേ ഒരു 3 മാസം ആയുർവേദ ആശുപത്രി കിടന്നായിരുന്നു. അപ്പൊ എനിക്ക് രാവിലെ ഇതുപോലെ ഒരു ഐറ്റം തരും. ഇപ്പോഴും അതിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ അതുമായിട്ട് ഓക്കെ. പുട്ടും കടലയും 12 കൊല്ലമായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ ആദ്യം സമ്മതിക്കുന്ന ഒരു വ്യക്തി ശ്രുതിയാണ്.
എന്ത് മനോഹരമായിട്ടെന്നറിയാം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താന്ന് വിളിച്ച കണ്ണാന്നല്ലേ വിളിക്കണേ? കണ്ണേട്ടൻ. കണ്ണേട്ടൻ. 17 വർഷമായിട്ട് കുക്കറി ഷോ ചെയ്ത ഒരാൾ ഉണ്ടാക്കിയ ഫുഡാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഇത് എന്നാണ് നീ പഠിക്കാൻ പോകുന്നത്? കണ്ടു പഠിക്കൂലേ നമ്മള്? ആ ഒറ്റ ഡയലോഗ് ഞങ്ങൾ തീർന്നു നശിച്ച്. പുട്ടുള്ളൂലേ? പുട്ട് ഞാൻ കഴിച്ചില്ല. പുട്ട് അടിപൊളിയാണ്. പുട്ടെന്താ കറുത്തൊക്കെ ഇരിക്കുന്ന വെച്ചാൽ പൂത്തുപോയി. അല്ലല്ല പൊടിയുടെ കുഴപ്പം നമ്മുടെ കുഴപ്പമല്ല. പൂത്തൊന്നും ആ വെള്ളം ബ്ലാക്ക് വാട്ടർ ആയിരുന്നു. ഇത് പുട്ട അല്ലല്ല, ഇത് ഉപ്പില് അരിപ്പൊടി ഇട്ടതാണ്. അരിപ്പൊടിയിൽ ഉപ്പിട്ടത്. ഈ സരോജ് കുമാർ അരിപ്പൊടിയിൽ ഞാൻ തൊട്ടിട്ടില്ല, പറയരുത്. ഇത് അരിപ്പൊടിയാണ്, പുട്ടായിച്ചില്ല. കണ്ടോ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ വേവട്ടെ. ഇത് ഷേപ്പ് ഒക്കെയാണ്. അയ്യോ എന്തൊരു ടേസ്റ്റ്. ന്യായമായിട്ട് പറയുകയാണെങ്കിൽ ഫുള്ളില്ല. അല്ല സത്യമായിട്ട് പറയാം, അങ്ങനല്ല. അത് ഫുള്ള് അരിപ്പൊടിയാണ്. അതല്ലേ ഏത്? അത് അത് ഉപ്പ് ഇച്ചിരി കൂടുതലാണ്. 14 വർഷം കുക്കറി സൂപ്പർ ഷോ അവതരിപ്പിച്ചിട്ട് വിജയ് കൊടുകൈ പൊളിച്ച് ചെയ്തു തുടങ്ങിയ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് പാചകം. ആരെങ്കിലും സഹായിക്കാൻ വേണമെന്നേ ഉള്ളൂ. എല്ലാം അരിഞ്ഞൊക്കെ തരണം, ഉണ്ടെങ്കിൽ നല്ലതാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ശീലിക്കണം, കാരണം ജോണി ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇത്രയും തിയററ്റിക്കൽ നോളജ് പാചകത്തിൽ ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ളത് വിജയിക്കാണ്. തിയററ്റിക്കൽ ജീവിതത്തെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേട്ടാ ഇതിങ്ങനെയുടെ കണ്ണാതിങ്ങനെയുടെ ഇത് കണ്ണാതിങ്ങനെയുടെ. ഇത് ഫസ്റ്റ് എൻട്രിയില് സരോജ് കുമാർ വന്നതോടുകൂടി ഈ സാധനം പൊളിക്കും. അല്ല, സരോജ് കുമാറിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റണല്ല. സരോജ് കുമാറിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റണല്ല. കറക്റ്റ്. പക്ഷെ എന്തായിരുന്നാലും ജോണി ചേട്ടൻ പറഞ്ഞത് ചെയ്ത് പഠിച്ചാൽ വളരെ മനോഹരമായ ഒരു സാധനമാണ്. നിനക്ക് ചെയ്യാൻ പറ്റൂടാ. അതെന്താ അങ്ങനെ? ഞാൻ ബേസിക്കലി മലയാളത്തിലൊരു സാധനം പറയട്ടെ വിജയെ പറ്റി. കള്ളച്ചോറ് തിന്ന് അതെ കോളായി. കുക്കിങ്ങിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കണ്ണാണ്. കാരണം ഇപ്പം പ്രോൺസ് ഒക്കെ വെക്കുകയാണെങ്കിൽ എന്നിട്ട് പറയും 2 മിനിറ്റ് കൂടുതൽ. കറക്റ്റ് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് വാച്ച് വെക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് 2 മിനിറ്റിൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് കൂടാൻ പാടില്ല. എന്താ ശ്രുതി, പാചകം 3 തരത്തിലാണ്. ഒന്ന് പ്രവൃത്തി കൊണ്ട് മാത്രം, അവര് ഒരു വക പറയൂല. അതാണ് വീട്ടിലെ അമ്മമാർ. അത് സിസ്റ്റമാറ്റിക്കേ അല്ല, അവര് പോകുന്ന പോക്കിൽ അവർക്കറിയാം. അതാണ് കറക്റ്റ് പ്രാക്ടിക്കൽ പാചകം. പിന്നെ രണ്ടാമത് തിയറി. ഇവൻ തിയറിയിൽ മാത്രം, ഇവൻ ഓഡിയോ ഉള്ളു, വീഡിയോ ഇല്ല. വിജയ് പരാജയമായി. വിജയ് പരാജയമായി. ഇപ്പൊ എന്തായിരുന്നാലും ആ സാധനം ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വന്നില്ലെങ്കിൽ വളരെ മനോഹരമായി സരോജ് കുമാർ ഒരു ഉളുപ്പില്ലാതെ വെട്ടി കയറ്റുന്നത് കൊണ്ട് എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിഷിൽ ഏറ്റവും അധികം വിജയിച്ചിരിക്കുന്നത് എവരായിരിക്കും. എങ്ങനെ? ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഉപ്പ് മാത്രം ഒന്ന് മാറ്റി ഞാനാണ് മാറിയിട്ട്. ഞാനല്ല, ഞാൻ പറഞ്ഞ ഒരു അളവിനെ ഇടാവെന്ന് പറഞ്ഞപ്പോ ഭാര്യ അങ്ങിട്ട്. ശരി, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇവരുടെ പാചക പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറി ഷോസിലൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത്, ഇവർ ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പക്ഷെ നേരെ തിരിച്ചായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചാണ് നിന്നത്. കാരണം അങ്ങനത്തെ ക്രൈസിസ് കൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ചാലഞ്ചസും അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അതിനെ ഒരുമിച്ച് കൂടിയതിന്റെ ഒരു സന്തോഷവും ഒരു രസവും ഒരുപാട് ചിരിക്കുന്ന മൊമെന്റ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിരിച്ച് കണ്ണ് നിറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോ അടിപൊളി വിശേഷങ്ങളും ഇവരുടെ ഒരുപാട് സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ഫ്രം us.